വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വീണ്ടും ഉണ്ടല്ലോ നമ്മളുടെ സ്വന്തം ബസ്സാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അതേ ഗൈസ്, നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ബസ്സാണ് ഗൈസ് ഇത്. ബസ്സല്ല, ലിവറി. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ നമ്മളുടെ സ്വന്തമായിട്ടൊരു ഹൾക്കിൻ്റെ ബസ്സാണ് ഗൈസ് എടുത്തിരിക്കുന്നത്. അതേ ഗൈസ്, ഇത് ജ്വാലേൻ്റെ വെനമാണ്. അതേപോലെ നമ്മൾ ജ്വാലേൻ്റെ ഹൾക്ക് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം, എല്ലാവരും ഒന്ന് പോയി കാണുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ബസ്സാണ് ഗൈസ് ഈ വെനം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ആസ്ത്രയിൽ ലാവേ ഉണ്ടെന്ന്. അത് ഞാൻ ഇട്ടിക്കില്ല, കാരണം അത് ഈ വെനത്തിൻ്റെ നമ്മൾ ഇന്നലെ എടുത്ത ബസ്സാണ് ഗൈസ് ഇത്. ഞാൻ ഇന്നലെ നിർമ്മിച്ച ലിവറിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ആദ്യം ഇട്ടത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വെനത്തിൻ്റെ ലിവറി ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, വേണ്ടവർ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ പിക്സൽ നെയിം ബോർഡാണ് ഗൈസ് ഇട്ടിരിക്കുന്നത് ജ്വാലയ്ക്ക്. നമ്മുടെ ഈ ഫോണ്ടിന് മാത്രമാണ് ഗൈസ് പിക്സൽ ഇടാൻ പറ്റുമോ, അത് ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബാക്ക് ഗ്ലാസ്സിലെ ഫോണ്ടിന് പിക്സൽ ലൈറ്റ് ഇല്ലാത്തത്. അപ്പോൾ അതൊന്ന് സഹകരിക്കുക. അപ്പോൾ നമ്മളേതായാലും നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ വ്യൂ ഇങ്ങനെയാണ്. മുന്നിൽ കുരിശും മാലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളേതായാലും ഒന്ന് എടുത്തു നോക്കാം ഗൈസ്, നമ്മുടെ ബസ് എങ്ങനെയുണ്ട്, നമ്മുടെ ബസ്സിൻ്റെ എക്സ്പീരിയൻസ് അതേപോലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബസ് വരുന്ന സെഡാസ്ത്രയാണ്, BS6 വരുന്ന മോഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഇതെന്ന്. ഞാൻ മോഡിൻ്റെ ലിങ്കും അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ലിവറി നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്താണ്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ലിവറിയുടെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അതും നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏതായാലും ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ബസ്. നമ്മുടെ ഗെയിം എടുക്കുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ബസ്. നമ്മൾ റോട്ടുമ്മലെത്തി. നമ്മളേതായാലും ഓടിച്ച് നോക്കുകയാണ് നമ്മുടെ BS6ൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. സെഡാസ്ത്രയുടെ എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, പെർഫോമൻസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക നമ്മുടെ ബസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഓടിച്ചതാണ് ഗൈസ്, എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. നല്ല അടിപൊളി സെഡാസ്ത്രയുടെ നല്ലൊരു ബസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ ഒരു ചെറിയ ലോഡിങ്ങിലേക്ക് പോയിട്ടുണ്ട്, ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു മാപ്പിലേക്ക് വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് വണ്ണസൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ ലിവറി നമ്മൾ മേക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിക്സൽ ലാബ് അതേപോലെ പിക്സാർട്ട് എന്ന് പറഞ്ഞ 2 ആപ്പാണ് ഗൈസ്. അതിൻ്റെതും നമ്മൾ ഈ ലിങ്കിൽ കൊടുക്കുക, ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ലിങ്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, അത് പോയി കാണുക. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഒരു പെർഫോമൻസ്. നല്ലൊരു മോഡാണ് ഗൈസ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ഗൈസ്, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി എല്ലാവരും നമ്മുടെ ചാനലും ലിങ്കും വീഡിയോ അതേപോലെ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഗൈസ് എല്ലാവരും, അതൊന്ന് മെൻഷൻ ചെയ്യാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ബസ് നല്ല അത്യാവശ്യം ബ്രേക്കൊക്കെ ഉണ്ട് ഗൈസ്, ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഇത്രയും നേരം ടെസ്റ്റ് ചെയ്തതാണ്, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബസ്സിൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. സൈഡിൽ നമ്മൾ ക്യാൻ യു ഫീൽ ദ ഫയർ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. ക്യാൻ യു ഹിയർ മീ എന്നുള്ള നമ്മുടെ കൊമ്പൻ്റെ ആണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വനത്തിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. വനത്തിൻ്റെ ഒരു സ്റ്റിക്കറും ഉണ്ട്, പിന്നെ നമ്മുടെ ജ്വാലേൻ്റെ നെയിമും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബസ്സിലെ അടിയിൽ നല്ല ചുവന്ന കളറുള്ള ലിപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലിവറിയുടെ നമ്പർ പ്ലേറ്റ് നമ്മുടെയായിട്ട് വെറുതെ ഒരു നമ്പർ പ്ലേറ്റ് ഇട്ടതാണ്. അത് നിങ്ങൾക്ക് വേണേൽ എറേസ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടേതായ നമ്പർ പ്ലേറ്റ് വേണേൽ അത് ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് നമ്മുടെ ജ്വാലേൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ചുവപ്പും വെള്ളയും ആണ് ഗൈസ് നമ്മുടെ പിക്സലിൽ ലൈറ്റ് വരുന്നുള്ളൂ, കാരണം സെഡാസ്ത്ര അതങ്ങനെയാണ് ചെയ്തത് ഇവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ സൈഡ് വ്യൂ. എല്ലാ വ്യൂ തന്നെയാണ് ഗൈസ്, അധികം കാണിക്കാനൊന്നും ഇല്ല എന്നാണ് ഗൈസ് തോന്നുന്നത്. അത് ഓവർ വ്യൂ ബസ്സിൻ്റെ ഒരു റിവ്യൂ ആണ് ഗൈസ് നമ്മളിതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അധികമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഏകദേശം ഒരു 8-7 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഗൈസ് മാക്സിമം പോകുള്ളൂ, അത്രേ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ, അധികമൊന്നുമില്ല. പിന്നെ നമ്മുടെ മാപ്പിൻ്റെ ഒരു വ്യൂവും കൂടെ നമ്മളൊന്ന് നോക്കി ഈ വഴിയൊക്കെ ഒന്ന് കണ്ടു വെച്ച് നമുക്ക് പോകാമെന്നുള്ളൂ. നമ്മൾ ചെയ്ത കേരള ട്രാഫിക് മോഡാണ്, KBRൻ്റെ ടീം KBR ആണ് ഗൈസ്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അതിൻ്റെ എന്തായാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല ഗൈസ്, അത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മളിതാ കുറച്ച് മുന്നോട്ടെത്തി. നമ്മുടെ ജ്വാലേൻ്റെ ഫ്രണ്ട് വ്യൂ ഗൈസ്. കൊമ്പന് ഞാൻ വിചാരിച്ചാൽ ഇടിച്ചെന്ന് ഗൈസ്. ഞാൻ കൊമ്പൻ്റെ അടുത്തൊന്ന് നിർത്തി നോക്കട്ടെ ഗൈസ്, കുറച്ചുകൂടെ മുന്നോട്ട് നിർത്തട്ടെ ഗൈസ്. ഈ ബസ് തട്ടിയോ അതിനെ?
ഇല്ലടാ ജസ്റ്റ് മിസ് കിട്ടു. പവർ ബ്രേക്കാണ് ഗൈസ്. അതിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ പോയി തട്ടി തെറിപ്പിച്ചെല്ലാം പോയി. അപ്പോൾ ഞാനേതായാലും മുന്നോട്ട് എടുത്തിട്ടുണ്ട്. കൊമ്പൻ അവിടെ ട്രാഫിക്കൊക്കെ പോക്കി വരട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്വാല. നല്ല അടിപൊളി സീൻ സാധനമാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ബസ് എന്ന് പറയുന്നത് ഹൾക്കിൻ്റെയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പോയി കാണണം. ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ ലിങ്കിലിടാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടുക ഇതിൻ്റെ ലിങ്ക്. അതിൻ്റെ ലിങ്ക് പറയുന്നതെല്ലാം തെറ്റിപ്പോകുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, പറയുന്നതെല്ലാം തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു വീഡിയോ കുറച്ചും കൂടെയാണ് ഗൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടെ ആയുള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. അധികം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഗൈസ് നിങ്ങൾ പറയുന്ന പേരിൽ നമ്മൾ ബസ്സിൽ വേണമെങ്കിൽ നെയിം ബോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും പേരിൽ നിങ്ങൾക്ക് ലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് സെഡ് ആസ്ട്രയിൽ ഏതിൽ വേണമെങ്കിലും ചെയ്തു തരാവുന്നതാണ്. ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ലിവറി എന്നും പറഞ്ഞ് ഒന്ന് നിങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മളേതായാലും വെനവും കൊണ്ട് കുറേ മുന്നോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാരണം ഞാൻ പറഞ്ഞല്ലോ അധികമൊന്നും ചെയ്യാനില്ല. ഈ ഒരു ബസ്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങളേതായാലും നിങ്ങളുടെ പേരിൽ ബസ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പിക്സലിൽ ചെയ്യുന്നതാണ് ഗൈസ്. ബാറ്ററി കുറവാണ്. ഞാൻ ഏതായാലും കുറച്ചും കൂടിയേ ചെയ്യുന്നുള്ളൂ. നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതാ വീണ്ടും വണ്ണസ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ കുറേ നമ്മൾ KBRൻ്റെ ട്രാഫിക് മോഡാണ്. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാനേതായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോട്ടെ ഗൈസ്. അവിടെ എത്തിയിട്ട് നിർത്താമെന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഞാൻ അടുത്തത് സെഡ് ആസ്ട്രയുടെ ലാവ അതാണ് ഗൈസ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ബസ് തന്നെയാണ് ജ്വാലയുടെ ലാവയാണ് ഗൈസ് അടുത്ത പ്രാവശ്യം ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അത് മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഗൈസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ ഒരു വെനത്തിൻ്റെ ബസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അതേപോലെ നിങ്ങളുടെ പേരിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ വെനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ഏതായാലും കുറച്ചും കൂടെ ഇവിടെ എവിടെയെങ്കിലും നിർത്താൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇവിടെ അധികം ഗൈസ് ഞാൻ തോന്നുന്നത് എനിക്ക് ഷെഡിലേക്ക് നിർത്തിയിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ നിന്ന് വളയ്ക്കട്ടെ ഗൈസ്. അപ്പോൾ ഞാനൊന്ന് റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ബാക്ക് എടുത്ത് വരികയാണ്. ഇത് തട്ടുമോ ഗൈസ്? ഇല്ല, തട്ടാൻ ചാൻസ് കുറവാണ്. ഇല്ല ഗൈസ്, ഇത് മുകളിൽ തട്ടുമോ എന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. മുകളിൽ തട്ടാൻ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. ഇത് എടുക്കണോ, ഇവിടെ നിർത്തണോ? അല്ല ഗൈസ്, കുഴപ്പമില്ല, കയറിയുണ്ട് ഗൈസ്. ബാക്കോട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഞാൻ നൈസായിട്ട് തട്ടാണ്ട് എടുത്തിട്ടുണ്ട്. പോട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഏതായാലും ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഒന്ന് ഒതുക്കിയിടട്ടെ കുറച്ചുകൂടെ. ഓക്കെ, ഞാനങ്ങനെ അത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളേതായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങളുടെ പേരിൽ ഇറക്കണോ വേണ്ടിയോ എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് സീ യു, ടേക്ക് കെയർ. അപ്പോൾ ഈ ഒരു ബസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.